നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവേ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം കടുക്കുകയാണ്. പിമാർ മത്സരിക്കാൻ തയ്യാറെടുത്തു രംഗത്ത് വന്നതോടുകൂടിയാണ് ഹൈക്കമാൻഡും പ്രതിസന്ധിയിലായത്. പിമാരെ മത്സരിക്കാൻ തയ്യാറായാൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയസാധ്യത കൂടുതലാണ് താനും. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് ഇതിൽ താല്പര്യക്കുറവുമുണ്ട്. ഇതോടെ ഏതൊക്കെ പിമാർക്ക് ഹൈക്കമാൻഡ് മത്സരിക്കാൻ പച്ചക്കൊടി കാണിക്കും എന്നതാണ് അറിയേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ കളത്തിലിറങ്ങാൻ കൂടുതൽ പിമാർ രംഗത്തുണ്ട്. കെ സുധാകരനും അടൂർ പ്രകാശനും പിന്നാലെ മത്സരസന്നദ്ധ അറിയിച്ച് നേരത്തെ രംഗത്തുണ്ട്. കെ സുധാകരൻ സീറ്റ് തന്നേ തീരൂ എന്ന വാശിയിലാണ്. സുധാകരന് സീറ്റ് നിഷേധിച്ചാൽ അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയാണ് ശക്തമായിരിക്കുന്നത്. കെ രാഘവനും കൊടിക്കുന്നിലും ഷാഫി പറമ്പിലും മത്സരിക്കാൻ താല്പര്യവുമായി രംഗത്തുണ്ട്. ഇതോടെ കടുത്ത അതൃപ്തിയുമായി സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിപക്ഷം നേതാക്കളും രംഗത്തെത്തി. പിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് സമിതിയെയും അറിയിക്കും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരും. ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്തി ആദ്യഘട്ട പട്ടികയിൽ അന്തിമ ധാരണയിലും എത്തും. പരമാവധി 60 സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ പ്രഖ്യാപിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പിമാർ മത്സരിക്കുന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം വന്നേക്കും. പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി സീറ്റുകളിലും സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പിമാർ മത്സരിച്ചേക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സിറ്റിംഗ് MLA മാർ, സംവരണ സീറ്റുകൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയേക്കും. 20 സിറ്റിംഗ് സീറ്റുകളിൽ അടക്കം 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 40 സീറ്റ്. ബാക്കിയുള്ള 20 സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നിലവിൽ കോൺഗ്രസിലെ ധാരണ. പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ ഹൈക്കമാൻഡ് വിയോജിപ്പ് അറിയിച്ചിട്ടും ചില മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കോൺഗ്രസിന് തലവേദനയാണ്. ഒരു വട്ടം പരിഗണന ലഭിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അർഹരുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്നുമാണ് ഹൈക്കമാൻഡ് നിലപാട്. പിമാർ നിയമസഭയിലേക്ക് വിജയിച്ചാൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുന്നത് പാർട്ടിക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഭാരമാകും. പരാജയപ്പെട്ടാൽ ലോക്സഭയിൽ പാർട്ടിയുടെ അംഗസംഖ്യ കുറയാൻ സാധ്യതയുള്ളതിനാൽ സിറ്റിംഗ് പിമാരെ നിയമസഭയിലേക്ക് മാറ്റുന്നത് ബുദ്ധിയിൽ അല്ലെന്നാണ് വിലയിരുത്തൽ. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പിമാരുടെ ഈ നീക്കം. ഹൈക്കമാൻഡ് വിലക്ക് നിൽക്കെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങളിൽ തങ്ങൾക്കുള്ള സ്വാധീനം വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ വാദം. ഇത് ഗ്രൂപ്പ് പോരിലേക്കും സീറ്റ് തർക്കത്തിലേക്കും നയിക്കുമോ എന്ന ആശങ്ക സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട്. പിമാരുടെ സമ്മർദ്ദതന്ത്രം ഹൈക്കമാൻഡ് എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്വഭാവം. മുതിർന്ന നേതാക്കളുടെ ഒറ്റയാൾ നീക്കങ്ങളിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ ഒരു വിഭാഗം പ്രവർത്തകർ ചില നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യം രാഹുൽ ഗാന്ധി പരസ്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നലെ കെ സുധാകരനെ തള്ളുന്ന വിധത്തിൽ KPCC അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തിയത് സുധാകരൻ അനുകൂലികളെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് KPCC ആസ്ഥാനത്ത് പ്രകടനം നടത്താൻ ഒരുങ്ങിയ അണികളെ സുധാകരൻ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. നേതാക്കൾ സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം ഒഴിവാക്കാൻ സുധാകരൻ ഇടപെട്ടത്. കണ്ണൂരിൽ KPCC മുൻ അധ്യക്ഷ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി നിലവിലെ അധ്യക്ഷൻ വടിയെടുത്തു. പ്രതിപക്ഷ നേതാവും കടുപ്പിച്ചു. എന്നാൽ സുധാകരൻ അനുകൂലികൾ പാർട്ടി ഗ്രൂപ്പുകളിൽ എതിർപ്പുമായി എത്തി. KPCC ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്താനും സണ്ണി ജോസഫിന്റെ കോലം കത്തിക്കാനും തീരുമാനിച്ചു. വിവരമറിഞ്ഞതോടെ ഡൽഹിയിലുള്ള സുധാകരനുമായി സണ്ണി ജോസഫും ചെന്നിത്തലയും സംസാരിച്ചു. കണ്ണൂർ സീറ്റിൽ ആര് മത്സരിക്കുമെന്ന തീരുമാനമായിട്ടില്ല എന്നും അതിനു മുമ്പ് വിവാദങ്ങൾക്ക് ഇട നൽകരുത് എന്നും അഭ്യർത്ഥിച്ചു. നേതാവിന്റെ ചിത്രം പതിച്ച കുപ്പായവുമായി പ്രകടനത്തിയ അണികളെ സുധാകരൻ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. കോൺഗ്രസ് മികച്ച ജയസാധ്യത കാണുന്ന കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ സുധാകരനുമായി ആശയവിനിമയം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് വിവരം. പിമാരിൽ സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ കൂടുതൽ പേര് അവകാശവാദം ഉന്നയിക്കാം. സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നയാളാകും സ്ഥാനാർത്ഥി. എന്നാൽ ചർച്ചകൾക്ക് മുമ്പ് നേതാവ് സ്വയം മത്സരം പ്രഖ്യാപിച്ചതാണ് നേതൃത്വത്തെ കുഴപ്പിച്ചത്.